ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശു സന്ദർശിച്ചവരും യേശുവിനെ സന്ദർശിച്ചവരുമായവരെ കുറിച്ചുള്ള പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ കർത്താവ് യെരുശലേമിനടുത്ത് ശീലോഹാം കുളക്കരയിൽ പിറവിയിലെ കുരുടനായ മനുഷ്യന് സൗഖ്യം നൽകുന്ന കാര്യമാണ് ഇന്ന് നാം ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ കർത്താവ് ശിഷ്യന്മാരോടൊത്ത് കടന്നു പോകുന്ന വഴിത്താരയിൽ ഉന്നതരായ ആളുകളെ മാത്രം അല്ല ശ്രദ്ധിച്ചിട്ടുള്ളത്, നമ്മളൊക്കെ ശ്രദ്ധിക്കാൻ ഇഷ്ടപ്പെടാത്ത ഭിക്ഷക്കാരായ അല്ലെങ്കിൽ കുരുടരായ ആളുകളെ യേശു ശ്രദ്ധിക്കുമായിരുന്നു. യേശു ശിഷ്യന്മാരും കടന്നു പോകുമ്പോൾ ഒരു കുരുടനായ ഭിക്ഷക്കാരനെ കണ്ടു. ശിഷ്യന്മാർ ചോദിക്കുകയാണ്, ഇവൻ കുരുടനായത് ഇവൻ്റെ മാതാപിതാക്കൾ പാപം ചെയ്തിട്ടാണോ, ഇവൻ പാപം ചെയ്തിട്ടാണോ? യേശു പറഞ്ഞു, ഇവൻ പാപം ചെയ്തിട്ടോ എൻ്റെ മാതാപിതാക്കൾ പാപം ചെയ്തിട്ടോ അല്ല, ദൈവപ്രവൃത്തി ഇവങ്കിൽ വെളിവാകേണ്ടതിനാണ്. എന്താണ് ദൈവപ്രവൃത്തി? അവന് സൗഖ്യമുണ്ടാകുക. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ ദൈവം മനുഷ്യനാകുമ്പോൾ ഇന്നിന്ന കുരുടർക്ക് സൗഖ്യം ഉണ്ടാകണം, ഇന്നിന്ന ചെകിടർക്ക് സൗഖ്യം ഉണ്ടാകണം, ഇന്നിന്ന മുടന്തർക്ക് സൗഖ്യം ഉണ്ടാകണം, ഇന്നിന്ന കുഷ്ഠരോഗികൾക്ക് സൗഖ്യം ഉണ്ടാകണം, ഇന്നിന്ന മരിച്ചവർ ഉയർക്കണമെന്നൊക്കെ പിതാവ് തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൻ നമ്മുടെ മുമ്പാകെ വന്നുപെടുവാൻ അല്ലെങ്കിൽ അവൻ്റെ അടുക്കൽ നമ്മൾ വരുവാൻ ഇടയായത് എന്നാണ് യേശു പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ലോകത്തുള്ള എല്ലാ ദരിദ്രരെയും എല്ലാ ബുദ്ധിമുട്ടുള്ളവരെയും സഹായിക്കാനൊന്നും സാധിക്കുകയില്ലെങ്കിലും നമ്മുടെ കണ്ണിൽപ്പെടുന്ന നമ്മുടെ അടുക്കലെത്തുന്ന ആളുകളുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും ഒഴിഞ്ഞു പോകാനായിട്ട് പാടില്ല. നമ്മളാവത് ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. അതാണ് ദൈവപ്രവൃത്തി. എന്തായാലും യേശു അവൻ്റെ അടുക്കൽ ചെന്നിട്ട് ചേറുണ്ടാക്കി കണ്ണിൽ പൂശിയിട്ട് പറഞ്ഞു, ശീലോഹാം കുളത്തിൽ പോയി കഴുകുക. അവന് ശീലോഹാം കുളത്തിൽ ഒറ്റയ്ക്ക് പോകാൻ സാധിക്കില്ലെന്ന് നമുക്കറിയാം. അവൻ്റെ പരിചയക്കാരോ അല്ലെങ്കിൽ മാതാപിതാക്കളോ ഒക്കെ അവിടെ ഉണ്ടായിരുന്നിരിക്കാം. അവരവനെ സഹായിച്ചു കാണും. തീർച്ചയായിട്ടും ശീലോഹാം കുളത്തിൽ പോയി കഴുകി സൗഖ്യം വന്നു. ശീലോഹാം കുളത്തിൽ പോയി കഴുകിയാൽ സൗഖ്യം കിട്ടും എന്ന് യേശു പറഞ്ഞത് അവർ വിശ്വസിച്ചു. കാരണം ഇതിനു മുൻപ് ഇതിന് സമാന്തരമായ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. കാനാവിലെ കല്യാണ വീട്ടിൽ കിണറ്റിൽ നിന്ന് കോരിയ വെള്ളം ഇപ്പോൾ കൊണ്ടുപോയി കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ പോയ വഴിക്ക് അത് വെള്ളം വീഞ്ഞായി. അതുപോലെ തന്നെ ഒരു ശതാധിപൻ്റെ ദാസന് പൊയ്ക്കൊള്ളുക, സൗഖ്യം വരുമെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും സൗഖ്യമുണ്ടായി. അതുപോലെ ഒരു രാജഭൃത്യൻ്റെ മകന് കർത്താവ് പറഞ്ഞു, സൗഖ്യം ഉണ്ടാകും, പൊയ്ക്കൊള്ളുക, സൗഖ്യമുണ്ടായി. അപ്പം അതുകൊണ്ട് അതൊക്കെ കേട്ടിട്ടുള്ളത് കൊണ്ടാകാം അവൻ ഒരു സംശയവും പറഞ്ഞില്ല. ശീലോഹാം കുളത്തിൽ പോയി കഴുകി അവൻ കാഴ്ച പ്രാപിച്ച് മടങ്ങി വന്നു. പക്ഷേ ഈ സംഭവം ശബത്ത് ദിവസമാണ്. അപ്പോൾ അത് ആളുകൾക്ക് ഇഷ്ടമായില്ല. പ്രത്യേകിച്ച് ഈ പരീശന്മാർക്ക്, പള്ളിപ്രമാണികൾക്ക് ഇഷ്ടമായില്ല. അവനോട്, നിനക്കാരാണ് സൗഖ്യം തന്നത്? എനിക്ക് യേശു എൻ്റെ കണ്ണിൽ ചേറ് പൂശി ശീലോഹാം കുളത്തിൽ കഴുകാൻ പറഞ്ഞു, അങ്ങനെ സൗഖ്യം കിട്ടി. ഇന്ന് ശബത്ത് ദിവസമാണ്. ഇന്ന് അങ്ങനെയുള്ള ഈ മെഡിക്കലായിട്ടുള്ള കാര്യമൊന്നും ചെയ്യാൻ പാടുള്ളതല്ല. അപ്പോൾ അതുകൊണ്ട് അവനൊരു പ്രവാചകനൊന്നും അല്ല. അവനെക്കുറിച്ച് നിന്റെ അഭിപ്രായം എന്താ? അവൻ പ്രവാചകനാണ്. അവർ പറഞ്ഞു, അങ്ങനെയല്ല, അവൻ ശബദലംഘിയാണ്. അവൻ പറഞ്ഞു, അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ കുരുടനായിരുന്നു, ഇപ്പോൾ കാണുന്നു. അതുകൊണ്ട് ലോകം ഉണ്ടായത് മുതൽ പിറവിയിലെ കുരുടനായ ഒരാൾക്ക് ആര് സൗഖ്യം നൽകിയിട്ടില്ല. യേശു അങ്ങനെ നൽകിയത് കൊണ്ട് അവൻ നല്ലയാളാണെന്നാണ് എൻ്റെ ബോധ്യം. അവനെക്കുറിച്ച് നീ എന്ത് പറയുന്നു? ഞാൻ അവൻ്റെ ശിഷ്യൻ
ആയി തീർന്നിരിക്കുന്നു. നിങ്ങൾക്കും അവൻ്റെ ശിഷ്യരാകാൻ മനസ്സുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഈ ഭിക്ഷക്കാരനായിരുന്ന ആൾക്ക് യേശുവിൻ്റെ സ്പർശനത്താൽ, യേശുവിൻ്റെ ഇടപെടലിനാൽ വലിയ സൗഖ്യവും വിടുതലും കാഴ്ചയും ലഭിച്ചതിനാൽ അവന് പാപമോചനവും ലഭിച്ചിരിക്കുന്നു. അവന് അപാരമായ ധൈര്യം ഉണ്ടാകുകയാണ്. അവൻ പറയുകയാണ്, ഞാൻ യേശുവിൻ്റെ ശിഷ്യൻ, നിങ്ങൾക്ക് അവൻ്റെ ശിഷ്യരാകാൻ മനസ്സുണ്ടോ? ശമരിയാസ്ത്രീ യേശുവിനോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവൾ യേശുവിൻ്റെ ശിഷ്യയായി. അവൾ മറ്റുള്ളവരെ കർത്താവിലേക്ക് കൊണ്ടുവരികയാണ്. ഇവിടെ ഈ കുരുടനായ ഭിക്ഷക്കാരനും സൗഖ്യം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ യേശുവിൻ്റെ ശിഷ്യനായിട്ട് അവൻ മറ്റുള്ളവരെ കർത്താവിലേക്ക് കൊണ്ടുവരികയാണ്. പ്രിയപ്പെട്ടവർ, യേശുവിൻ്റെ അന്ത്യ നിയോഗം നിങ്ങൾ ആളുകളെ ശിഷ്യരാക്കുക എന്നുള്ളതായിരുന്നു. നിങ്ങൾ പുറപ്പെട്ട സകലരോടും സുവിശേഷം പ്രസംഗിക്കുക, വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തെ സ്നാനപ്പെടുത്തി ഞാൻ നിങ്ങളോട് കൽപ്പിച്ചെല്ലാം പ്രമാണിപ്പാൻ ഉപദേശിച്ചുകൊണ്ട് എല്ലാവരെയും എൻ്റെ ശിഷ്യരാക്കാനാണ് യേശു പറയുന്നത്. യേശുവിന് വിശ്വാസികളെ അല്ല വേണ്ടത്, ശിഷ്യന്മാരെയാണ്. രഹസ്യ ശിഷ്യന്മാരെ വേണ്ട. പരസ്യമായി യേശു ദൈവമാണ്, സൃഷ്ടാവാണ്, പരിപാലകനാണ്, സർവ്വവ്യാപിയാണ്, സർവജ്ഞാനിയാണ്, ആരാധ്യനാണ് എന്ന് പറയാൻ മനസ്സുള്ള, അവനെ മാത്രം സ്നേഹിക്കുന്ന, അനുസരിക്കുന്ന, ആരാധിക്കുന്ന ആളുകളെയാണ് ദൈവത്തിന് വേണ്ടത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഭാഗ്യവശാൽ യേശുവിൻ്റെ ശിഷ്യന്മാരാകാൻ സാധിച്ചല്ലോ. അതോർത്ത് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ധൈര്യമായിട്ട് കർത്താവിനെ സാക്ഷിക്കുവാൻ നമുക്കിടയാകട്ടെ. അങ്ങനെ ആളുകൾ യേശുവിനെ അറിയാൻ ഇടയാകട്ടെ. അങ്ങനെ ആളുകൾക്ക് സമാധാനം ഉണ്ടാകാൻ ഇടയാകട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.